Welcome to iPlus Training Solutions. iPlus Training Solution de UGC Net Education June 2025 NTA എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലെ അഞ്ചാമത്തെ സെറ്റാണ് ഇന്ന് നമ്മൾ പറയുന്നത്. Which research is portrayal and explanation of social groups and situations in their real life context? Option: phenomenology research, ethnography research, grounded theory, case study. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ സീരീസുകളെല്ലാം കഴിഞ്ഞ സെറ്റുകളെല്ലാം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, റിസർച്ചിൻ്റെ ഏരിയയിൽ നിന്നുള്ള ചോദ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ തൊടാത്ത ഒരു ചോദ്യവും അവർ ഉണ്ടാക്കാറില്ല. ക്വാളിറ്റേറ്റീവ് റിസർച്ച് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർ അത്രയും കാര്യമായി കരുതുന്ന ഒരു ഏരിയയാണ്. സോ അപ്പോൾ അതുപോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നിന്നുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന ഈ ചോദ്യം. അതായത് ഇപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിനെയും സിറ്റുവേഷനെയും മെൻഷൻ ചെയ്യുന്ന ഏത് റിസർച്ചാണ് താഴെ തന്നിരിക്കുന്നതെന്ന്. സോ ഫിനോമിനോളജി റിസർച്ച്. ഫിനോമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഫിനോമിനാസിനെ, അതായത് ഇപ്പോൾ ഡിസാസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള എന്തെങ്കിലും സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഫിനോമിനാസിനെ, അത് ആ ടേമിൽ നിന്ന് തന്നെയുണ്ട്. അങ്ങനെയാണ്. ഇനി ഗ്രൗണ്ടഡ് തിയറിയോ, നമ്മൾ തൊട്ട് മുമ്പത്തെ സെറ്റിൽ ഗ്രൗണ്ടഡ് തിയറിയുടെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ നോക്കിയതാണ് ഇല്ല. എന്താണ് അത്? സ്പെസിഫിക് ആയിട്ടുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിക് അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ എടുക്കുന്ന, അതായത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിയറി അല്ലെങ്കിൽ പ്രത്യേക ഫീച്ചേഴ്സും അങ്ങനെയൊക്കെയുള്ള പറയുന്നത്, അതായത് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് രീതിയിലുള്ള രീതി തന്നെയാണ്. ഇനി കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴും പറയുന്നത് എന്താ? കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡെപ്ത് അനാലിസിസ്, ഒരു പെർട്ടിക്കുലർ കേസിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടുള്ള ഇൻഡെപ്ത് അനാലിസിസ് ആണ് കേസ് സ്റ്റഡിയിൽ വരുന്നത്. സോ അപ്പം അതിലെ സെക്കൻഡ് വന്ന ഓപ്ഷൻ കണ്ടോ, എഥനോഗ്രഫി. എഥനോഗ്രഫി ആണ് എന്താണ്? പ്രത്യേക വർഗങ്ങളെ, വിഭാഗങ്ങളെ, ഗ്രൂപ്പുകളെ ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, here correct answer is option 2, ethnographic research. ethnographic research ആണ് സോഷ്യൽ ഗ്രൂപ്പിനെയും സിറ്റുവേഷനെയും റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റുകളെയൊക്കെ പറ്റി പറയുന്നത്. നമ്മൾ ഈ ഒരു ചോദ്യം നമ്മുടെ വാട്സപ്പിൽ യൂട്യൂബിലെ ഫ്ലാഷ് വീഡിയോയിൽ അകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് ഫിനോമിനോളജി റിസർച്ച് എന്താണെന്നും എത്തനോഗ്രഫിക് റിസർച്ച് എന്താണെന്നും ഗ്രൗണ്ടഡ് തിയറി എന്താണെന്നും അതുപോലെ തന്നെ കേസ് സ്റ്റഡിയെ പറ്റിയിട്ടും നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കണേ. ഓക്കെ, അടുത്തത് ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ POA 1992 how many task forces were constituted on different subjects? ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ വന്നതല്ല, NEP 1986 വന്നല്ലോ. അപ്പോൾ അതിൻ്റെ POA ആണ് 1992 നമ്മൾ കണ്ടക്ട് ചെയ്ത്. എങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് നടത്തി അതിൻ്റെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ, പിന്നെ നമ്മൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി ഒക്കെ 1992 വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇതിനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് എത്ര ടാസ്ക് ഫോഴ്സുകളെയാണ് ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്നാണ്. ഓപ്ഷൻ 20, 21, 22, 24. സോ ഇതിൽ ഓർത്തിരിക്കാനുള്ള എളുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ 92. അപ്പോൾ അവസാനം 2. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്? 3. ഓപ്ഷൻ 3, 22. അതായത് 1992 POA പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രകാരം 22 ടാസ്ക് ഫോഴ്സുകളെയാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സുകൾക്ക് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which are the main objectives of in-service educations for teachers? സോ ഇവിടെ ഇൻ-സർവീസ് എഡ്യൂക്കേഷൻ, ഇൻ-സർവീസ് അറിയാമല്ലോ, അതായത് നമ്മൾ ടീച്ചിങ് പോസ്റ്റിൽ കയറി കഴിഞ്ഞിട്ട് നമ്മൾ അവരെ ഇൻ-സർവീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, അതായത് ടീച്ചേഴ്സിന് ഉള്ളിൽ അവർക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവരുടെ
പ്രൊമോഷന് വേണ്ടിയിട്ടാവാം, അതല്ലെങ്കിൽ എന്താണ് അവരുടെ അപ്ഡേഷന് വേണ്ടിയിട്ടാകാം. ഇവയൊക്കെ എന്താണ് ഇൻ സർവീസ് ആക്ഷൻസ് ആണ് അല്ലേ. ഇപ്പോൾ റിസോഴ്സ് മീറ്റിംഗ്സ് ഒക്കെ വരത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന വെക്കേഷൻ ടൈമുകളിൽ അല്ലെങ്കിൽ എന്താണ് പല എന്താണ് മറ്റേ എന്താണ് BRCs എന്നൊക്കെ പറയത്തില്ലേ, ബ്ലോക്ക് റിസോഴ്സ് സെന്റേഴ്സ് ഒക്കെ വഴിയായിട്ട് അവരൊക്കെ വഴിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നത് ഇൻ സർവീസ് ക്ലാസ്സുകളാണ്. സോ അപ്പോൾ ഇത് മെയിൻ ഒബ്ജക്റ്റീവ്, ഇൻ സർവീസ് ക്ലാസ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ടു ദ ടീച്ചേഴ്സ് ആണോ എന്ന് നോക്കണം. ദെൻ to help teachers to know their problems and to solve by pooling their resources and wisdom. Then to broaden the mental outlook of teacher. Then to increase the professional efficiency of teacher. To provide the facility away from the place of duty. So ഇവിടെ ഡയറക്റ്റ് ചോദ്യമാണ്, നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. ഇവിടെ എന്താണ് ടു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു നോ ദെയർ പ്രോബ്ലംസ്. ഓഫ് കോഴ്സ്, കാരണം ഒരു സ്കൂളിലെ ഇഷ്യൂസ് ആയിരിക്കില്ല മറ്റൊരു സ്കൂളിൽ. അപ്പോൾ അവർക്ക് പരസ്പരം അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഉണ്ടായ അതേ ഇഷ്യൂ മറ്റൊരു സ്കൂളിൽ പല ടീച്ചേഴ്സ് അവർ പ്രയത്നിച്ച് അവരത് എന്ത് ചെയ്തിട്ടുണ്ടാകും, പ്രോപ്പറായിട്ട് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ടു ബ്രോഡൻ ദ മെന്റൽ ഔട്ട്ലുക്ക് ഓഫ് ടീച്ചർ, ഓഫ് കോഴ്സ് ആണ്. ടു ഇൻക്രീസ് ദ പ്രൊഫഷണൽ എഫിഷ്യൻസി ഓഫ് ദ ടീച്ചർ, ടീച്ചറിന്റെ പ്രൊഫഷണൽ എഫിഷ്യൻസി കൂട്ടണം. കാരണം ഇന്നത്തെ ടെക്നോളജിക്കും ടെക്നിക്സിനും അനുസരിച്ച് കുട്ടികൾ ഭയങ്കര ഫാസ്റ്റ് ആണ്, അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടുക എന്നുള്ളതും ആരുടെ ഒരു ധർമ്മമാണ്, ടീച്ചേഴ്സിന്റെ ജോലിയാണ് അല്ലേ. ജോലി എന്നല്ല, ദേ ഹാവ് ടു ഡു ഇറ്റ്. സോ അപ്പോൾ അതാണ് എന്ത് ഇൻ സർവീസ് ട്രെയിനിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ BCD ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം ഒരിക്കലും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് ദൂരെ വിളിച്ചുകൊണ്ട് പോയി അവരെ ഒന്നും കാര്യങ്ങൾ ചെയ്യാനൊന്നുമല്ല അല്ലേ. സോ അപ്പോൾ ഓപ്ഷൻ BCD ആണ്. അപ്പം അത് പ്രകാരം നോക്കുമ്പോൾ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ 3 is the correct answer, that is BCD only. To help teachers to know their problems and to solve by pooling their resources and wisdom. Then to broaden the mental outlook of the teacher. To increase the professional efficiency of the teacher. Next question. Match the list 1 with list 2. So ഇവിടെ പറഞ്ഞിരിക്കുന്നത് CIPP മോഡൽ ഓഫ് കരിക്കുലം ഡെവലപ്മെന്റിന്റെ കാര്യമാണ്. കരിക്കുലം ഡെവലപ്മെന്റ് എന്താണ് CIPP മോഡൽ? CIPP മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോണ്ടെക്സ്റ്റ്, CIPP, C ഫോർ കോണ്ടെക്സ്റ്റ്, I ഫോർ ഇൻപുട്ട്, P ഫോർ പ്രോസസ്, P ഫോർ പ്രോഡക്റ്റ്. സോ ഇവിടെ തന്നിരിക്കുന്നു ആ ലിസ്റ്റ് 1 അതിൻ്റെ എല്ലാ ഇതാണ് തന്നിരിക്കുന്ന എക്സ്പാൻഷനുള്ള CIPP. സോ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, അല്ലെ കോണ്ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്, ഇൻപുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്, പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്, പ്രോഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്, അതാണ് നോക്കുന്നത്. ഇനി ഈ CIPP മോഡലിനെ പറ്റി പറയുമ്പം ഡാനിയൽ സ്റ്റഫ്ലെബീമാണ് ഈ CIPP മോഡൽ 1960 കൊണ്ടുവന്നത്. ശ്രദ്ധിക്കണേ, ഡാനിയൽ സ്റ്റഫ്ലെബീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി 1960 ഈ CIPP മോഡൽ കൊണ്ടുവന്നത്. വിച്ച് ഇസ് എ കോംപ്രഹെൻസീവ് ഫ്രെയിംവർക്ക് അല്ലെ ഇവാലുവേഷൻ ഫ്രെയിംവർക്ക് ആണ്. widely used in educational design and implement and assess the curriculum assessmentന് വേണ്ടിയിട്ട് design, implement and assess the curriculum. സോ അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന curriculum evaluation മോഡലാണ് ഏത് CIPP എന്ന് പറയുന്നത്. സോ ഇത് എംഫസൈസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, ഹെൽപ്പിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് മേക്ക് ഡിസിഷൻസ് അറ്റ് എവറി സ്റ്റേജസ് ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ്. സോ അതാണ് CIPP മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 4 എണ്ണം ഉണ്ട്. ഒന്നാമത്തെ എന്താണ്, കോണ്ടെക്സ്റ്റ് ഇവാലുവേഷൻ, ദെൻ ഇൻപുട്ട് ഇവാലുവേഷൻ, ദെൻ പ്രോസസ് ഇവാലുവേഷൻ, ദെൻ പ്രോഡക്റ്റ് ഇവാലുവേഷൻ, വരുന്ന പ്രോഡക്റ്റിനെ ഇവാലുവേഷൻ. സോ എന്താണ് കോണ്ടെക്സ്റ്റ് ഇവാലുവേഷനിൽ എന്താണ് നടക്കുന്നത്? കോണ്ടെക്സ്റ്റ് ഇവാലുവേഷനിൽ അതിൻ്റെ പർപ്പസ് തന്നെ ടു ഐഡൻറ്റിഫൈ ദി നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, that curriculum should address. അതാണ് കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ എന്തായിരിക്കും? ടു അസസ് ദി സ്ട്രാറ്റജീസ്, റിസോഴ്സസ് ആൻഡ് ആക്ഷൻ പ്ലാൻസ് നീഡഡ് ഫോർ ഇംപ്ലിമെന്റിംഗ് ദി കരിക്കുലം. സോ ഇൻപുട്ടിൽ അതാണ്. പിന്നെ അടുത്തത് എന്താണ്? മൂന്നാമത് വരുന്നത് നമ്മൾ പ്രോസസ് ഇവാലുവേഷന്റെ പർപ്പസിൽ എന്താണ്? ടു മോണിറ്റർ ദ ആക്ച്വൽ ഇംപ്ലിമെന്റേഷനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രോസസ്സിൽ വരുന്നത്.
ലാസ്റ്റ് എന്തായിരിക്കും? പ്രോഡക്റ്റ് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ടു ഡിറ്റർമൈൻ ദ ഔട്ട്കം ആൻഡ് ഇമ്പാക്ട് ഓഫ് ദി കരിക്കുലം. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഇതുമായി മാച്ച് ചെയ്യുന്നത് ഏത്? കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു. എന്താണ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് എപ്പോഴും വേണ്ടെന്നാണ്? to identify the need of the curriculum. Okay, to determine the curriculum is accomplished the intended goal in അത് ചെയ്തിട്ടുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോഡക്റ്റിൽ ആണ്. സോ കോണ്ടെക്സ്റ്റിൽ എന്താണ്? ടു സ്റ്റഡി ദി എൻവയോൺമെന്റ് ഓഫ് കരിക്കുലം ഇംപ്ലിമെന്റേഷൻ. അതായത് കരിക്കുലം ഇംപ്ലിമെന്റേഷന്റെ എങ്ങനെ അല്ലെങ്കിൽ എന്ത് എന്നൊക്കെയുള്ളത് നമുക്ക് പറയാം. സോ A4 ആയിട്ട് പറയാം. ഇനി ഇൻപുട്ട് എന്താണ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടു അസസ് ദ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ എന്ത് കൊടുക്കണം? നമ്മൾ അതിൽ റിസോഴ്സസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഗോൾസ് മീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളിലേക്ക് എത്തിക്കണം. ടു പ്രൊവൈഡ് information for determining how to utilize the resources. So input എന്ന് പറയുന്ന 3 ആയിട്ട് എടുക്കാം. Then process എന്താണ്? Of course അടുത്തത് to determine the curriculum is accomplish the intended goal. Intended goal accomplish ചെയ്തോ എന്ന് ഡിറ്റർമൈൻ ചെയ്ത് നോക്കുന്ന പ്രോസസ്സ്. ഓക്കെ. Then product എന്താണ്? To address the curriculum implementation decisions that control and manage the plan of curriculum. അതാണ് ഏത് വരുന്നത്? D വരുന്നത്. പിന്നെ ഫൈനലി എന്താണ്? പ്രോഡക്റ്റ് ടു ഡിറ്റർമൈൻ ദി കരിക്കുലം ഈസ് അക്കംപ്ലിഷ്. കരിക്കുലം അക്കംപ്ലിഷ് ചെയ്തോ എന്ന്. സോ പ്രോഡക്റ്റിൽ എന്തായിരിക്കണം ഫൈനലി വരിക? പ്രോഡക്റ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ടു ഡിറ്റർമൈൻ ദ ഔട്ട്കംസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ കരിക്കുലം. സോ അപ്പോൾ അത് D1 ആണ് വരുന്നത്. ദെൻ പ്രോസസ്സിൽ എന്ത് ചെയ്യണം? നമ്മൾ അഡ്രസ് ചെയ്യണം കരിക്കുലം ഇംപ്ലിമെന്റേഷൻ ഡിസിഷൻ ദാറ്റ് കൺട്രോൾ ദ മാനേജ് ദ പ്ലാൻ ഓഫ് കരിക്കുലം. സോ C എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. സോ അപ്പോൾ A4 B3 C2 D1 ആണ് വരേണ്ടത്. ഓക്കെ, നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 4 ആണ്. A4 B3 C2 D1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഉറിച്ച് മോഡൽ, അതായത് കരിക്കുലം ഡെവലപ്മെന്റിന്റെ സ്റ്റെപ്സ്, കരിക്കുലം ഡെവലപ്മെന്റിന്റെ മോഡലാണ് ഉറിച്ച് മോഡൽ ഓഫ് കരിക്കുലം ഡെവലപ്മെന്റ് എന്ന് പറയും. അത് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് സൈക്ലിക്കൽ അപ്രോച്ച് ആണ്. So which emphasizes the logical sequence from identifying educational needs to evaluating the outcome. Then ഇതൊരു ഗ്ലോബലി സൈറ്റഡ് മീഡിയ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷേ ഇന്ത്യൻ ഏഷ്യൻ കരിക്കുലം സ്റ്റഡീസിലെല്ലാം കൂടുതലായിട്ട് നമ്മൾ ഉറിച്ച് മോഡൽ യൂസ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ, ഒരു 5 മേജർ സ്റ്റെപ്പാണ് ഇതിന് ഉള്ളത്. സോ ഇവിടെ ഡയഗ്നോസ് ദ നീഡ്സ്, ദെൻ ഫോർമുലേറ്റ് ഒബ്ജക്റ്റീവ്സ്, സെലക്ട് കണ്ടന്റ്, ഓർഗനൈസിങ് ലേണിംഗ് എക്സ്പീരിയൻസസ്, ദെൻ ഇവാലുവേറ്റ് ഔട്ട്കം, ദെൻ ഫൈനലി ഇംപ്ലിമെന്റേഷൻ വരുന്ന ലെവൽ. ഇവാലുവേറ്റ് ഔട്ട്കം നമ്മൾ ആ ഫൈനലി അല്ല ഇംപ്ലിമെന്റേഷൻ, നമ്മൾ ആ ലേണിംഗ് എക്സ്പീരിയൻസ് കണ്ടിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും, എന്നിട്ട് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. സോ അപ്പോൾ ഇവിടെ പ്രകാരം ഇവർ തന്നിരിക്കുന്ന സ്റ്റെപ്സ് നോക്കണം. കോണ്ടന്റ്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, നീഡ് അസസ്മെന്റ്, ഇവാലുവേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്നാണ് തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉറിച്ച് മോഡൽ പ്രകാരം നമ്മൾ ആദ്യം ഗോൾസ് സെറ്റ് ചെയ്യും. നീഡ് അസസ്മെന്റ് ആണ് ആദ്യം, പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നീഡ് അസസ്മെന്റ് ആദ്യം വരുന്ന ഒരു സംഭവം ഇല്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത നെക്സ്റ്റ് വരുന്നത് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഹൈപ്പോത്തിസിസ് അല്ല, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതാണ്, ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സോ അപ്പോൾ അവിടെ എന്താണ്? ഫസ്റ്റ് വൺ മെഷറബിൾ ആയിരിക്കണം, നീഡ് ക്ലിയർ ആയിട്ട് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആദ്യത്തേതായിട്ട് എടുക്കാം. രണ്ടാമത് നീഡ് അസസ്മെന്റ്. മൂന്നാമത് കോണ്ടന്റ്. നമ്മൾ പറഞ്ഞില്ലേ സെലക്ട് കണ്ടന്റ് സെലക്ട് ചെയ്യണം. കണ്ടന്റ് സെലക്ട് ചെയ്യുന്നതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. വാലിഡിറ്റി, റെലവൻസ്, ലേണബിലിറ്റി, പിന്നെ യൂട്ടിലിറ്റി ആൻഡ് കൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റൽ അപ്രോപ്രിയേറ്റഡ്നെസ്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണം. ഉറിച്ച് മോഡലിലെ കണ്ടന്റ് സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയകൾ 5 എണ്ണം ഉണ്ട്. മേ ബി ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായിരിക്കും ചോദിക്കുന്നത്. എന്തൊക്കെയാണ് അത് കണ്ടന്റ് സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയകളെന്ന്? ഏതൊക്കെയാ? വാലിഡിറ്റി, റെലവൻസ്, ലേണബിലിറ്റി, ദെൻ യൂട്ടിലിറ്റി, പിന്നെ കൾച്ചറൽ ആൻഡ് ഡെവലപ്മെന്റൽ അപ്രോപ്രിയേറ്റഡ്നെസ്.
സോ ഇത്രയുമാണ് നോക്കുന്നത്. നോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇംപ്ലിമെന്റ് ചെയ്യും. ഏതാ നമ്മുടെ നീഡ് ഗോളും കണ്ടന്റും കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റ് ചെയ്ത് ഫൈനലി ഇവാലുവേറ്റ് ചെയ്യും. സോ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇത് പ്രകാരം നമുക്ക് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. So yes, option 1. That means first goals and objectives set ചെയ്ത് need assess ചെയ്ത് then content നോക്കി പിന്നെ അത് കഴിഞ്ഞ് content create ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് implementation നടത്തി then evaluation ചെയ്യും. So ഇത് നമ്മുടെ actually ഈ ആൻസർ കീ actually NDAയുടെ ആൻസർ കീ ആണ്. അതിൽ objections വരാത്ത ആൻസർ കീ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പറയുന്ന നീഡ് അസസ്മെന്റ് ഇവിടെ ഒരു നീഡ് അസസ്മെന്റ് ആദ്യം നോക്കുക എന്നുള്ളതിലുപരി ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആദ്യം നമുക്ക് സ്റ്റെപ്പ് ആയിട്ട് എഴുതാം കേട്ടോ. കാരണം ഇത് NDA പറഞ്ഞ ആൻസർ കീ അല്ലേ. നെക്സ്റ്റ് ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. കരിക്കുലം ഈസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഗോൾസ് ആൻഡ് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ ആണല്ലോ. ദെൻ കരിക്കുലം റെഫേഴ്സ് ടു all the educational activities of the schools in widest possible sense. Then curriculum is basically concerned with school subjects, of course. Then curriculum is a part of syllabus. Curriculum includes not only indoor activities but also outdoor activities of the school. നോക്കിക്കേ, കരിക്കുലത്തിനെ പറ്റി ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എടുക്കാനാ പറയുന്നത്. ഓക്കെ, നോക്കൂ, കരിക്കുലം ഈസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ഗോൾസ് ആൻഡ് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. ഓഫ് കോഴ്സ് അല്ലേ, കരിക്കുലം ഫിലോസഫിയും വാല്യൂസും ഗോൾസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? കരിക്കുലം വരുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻസർ കറക്റ്റ് ആണ് കരിക്കുലത്തിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ കരിക്കുലം റെഫേഴ്സ് ടു ഓൾ ദ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾസ് ഇൻ വൈഡസ്റ്റ് പോസിബിൾ സെൻസ്. യെസ്, അതുകൊണ്ടാണ് കരിക്കുലം എന്നതിനെ പറയുന്നത് അല്ലേ. ഒരു വൈഡസ്റ്റ് സെൻസിൽ തന്നെയാണ് കരിക്കുലം വരുന്നത്. അപ്പോൾ ബിയും കരിക്കുലത്തെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. ദെൻ കരിക്കുലം ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് സ്കൂൾ സബ്ജക്ട്സ്. ഒരിക്കലും അല്ല. എങ്ങനെയാ? സ്കൂൾ സബ്ജക്ട്സ് മാത്രമല്ല കരിക്കുലത്തിൽ പറയുന്നത് അല്ലേ, അതിന്റെ ലോങ് ടേം ഗോൾസ്, ഷോർട്ട് ടേം ഗോൾസ്, മെയിൻ ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ അപ്പൊ അതുകൊണ്ട് സി എന്നുള്ള ആൻസർ നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് പറയാം. ദെൻ കരിക്കുലം ഈസ് എ പാർട്ട് ഓഫ് സിലബസ്. ഒരിക്കലും അല്ല, സിലബസ് ഈസ് എ പാർട്ട് ഓഫ് കരിക്കുലം. കാരണം ബ്രോഡായിട്ട് വരുന്നത് കരിക്കുലവും അതിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? സിലബസ് വരുന്നത്. സോ അപ്പോ അത് ഇൻകറക്റ്റ് ആണ്. ദെൻ കരിക്കുലം ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഇൻഡോർ ആക്ടിവിറ്റീസ് ബട്ട് ഓൾസോ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഓഫ് കോഴ്സ് ആണല്ലോ. സോ അപ്പൊ അതുകൊണ്ട് സിയും ടിയുമാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ബാക്കിയെല്ലാം കരിക്കുലത്തെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. സിയും ഡിയും കരിക്കുലത്തെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് സി ആൻഡ് ഡി ഓൺലി. അതായത് കരിക്കുലത്തെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും. കാരണം വിച്ച് വൺ ഈസ് കറക്റ്റ്, വിച്ച് വൺ ഈസ് ഇൻകറക്റ്റ്, ഇങ്ങനെ ചോദിച്ച് ഒരുപാട് വരും. അപ്പൊ ഈ ഇൻകറക്റ്റും കറക്റ്റും നമ്മൾ തെറ്റിപ്പോകരുത്. See, next question. Match the list 1 with list 2. List commissions and committees ആണ്. ഇയറും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ്, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട്, നാഷണൽ നോളജ് കമ്മീഷൻ. നിങ്ങൾ ഒരു കാര്യം അറിയോ? കഴിഞ്ഞ അതായത് ഇപ്പൊ കഴിഞ്ഞ NDA എക്സാമിന്റെ ഒരു 2-3 ദിവസം മുമ്പ്, തലേ ദിവസം, എക്സാക്ട്ലി പറഞ്ഞ തലേ ദിവസം നമ്മൾ ഒരു ലൈവ് ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതായത് നാളത്തേക്ക്. അപ്പൊ പിള്ളേർ കുറെ പേര്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്, കുറെ പേര് എന്ത് ചെയ്തു? ജോയിൻ ചെയ്യാൻ. അയ്യോ, പരീക്ഷയുടെ തലേ ദിവസം എന്ത് ചെയ്യും, ജോയിൻ ചെയ്യണോ വേണ്ട എന്നൊക്കെ കൺഫ്യൂഷനിലിരുന്ന് ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. അവിടെ ആക്ച്വലി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെച്ചിട്ട്, ഇയർ വെച്ചിട്ട്, അതുപോലെ തന്നെ വേറെ 1-2 സാധനങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തത് അതേപടി പരീക്ഷയ്ക്ക് ചോദിച്ചു. അതേപടി എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു തലേ ദിവസം നമ്മൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന് അറ്റൻഡ് ചെയ്തവർക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണർ. അയ്യോ, നന്നായല്ലോ, കാരണം 3-4 ക്വസ്റ്റ്യൻ അവർക്ക് അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ കമന്റ്സ് ഞാൻ കേട്ടു. എനിവേ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ എല്ലാ തവണയും അവർ റിപ്പീറ്റ് ചെയ്യും.
നോക്കൂ, നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് ഓപ്ഷൻ എ ആണ്, 2007 വന്നിരിക്കുന്നു. ഓപ്ഷൻ അല്ല, ലിസ്റ്റ് 1 എ. ദെൻ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട്, നാഷണൽ നോളജ് കമ്മീഷൻ. സോ നോക്കൂ, ഇവിടെ നാഷണൽ കമ്മീഷൻ ഓൺ ടീച്ചേഴ്സ് 1999 ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് വേറൊന്നുമില്ല, നമുക്കിവിടെ അറിയാവുന്നത് യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് നമുക്കറിയാം. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് കണ്ണടച്ചുകൊണ്ട് 2009 എഴുതാൻ പറ്റും, ഇല്ലേ? സോ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടോ, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് 2012 തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യനും ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു. സോ അപ്പോൾ 2012 ആണെന്നും അറിയാം. അപ്പൊ ഈ 2012 സി വരുന്ന 2 ഉള്ളൂ, 1ഉം 4ഉമാണ്. യശ്പാൽ കമ്മിറ്റി എല്ലാവർക്കും 2012, ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി 2012 ആണെന്ന് അറിയാം. സോ അപ്പൊ അത് നോക്കി. ഇനി യശ്പാൽ വന്നതും എന്നാണ്? 2009 യശ്പാൽ കമ്മിറ്റി, ലേണിംഗ് വിത്തൗട്ട് ബർഡൻ എന്നൊക്കെ പറഞ്ഞ, അല്ലേ? സോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും, ദാറ്റ് ഈസ് B4ഉം C3യും വരുന്നത് ഏത് എന്ന് നോക്കുക. B4ഉം C3യും വരുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് നാഷണൽ നോളജ് കമ്മീഷൻ ഓൺ ടീച്ചർ എന്ന് പറയുന്നത് 1999ഉം നാഷണൽ നോളജ് കമ്മീഷൻ 2007ഉം ആണ്. സോ അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. യെസ്, correct answer is option 4, A2, B4, C3, D1. Next question. Arrange the following goals of individualized education plan, IEP, in correct sequence. IEP ne correct sequence il arrange ചെയ്ത് എഴുതാൻ. Individualized education plan. നോക്കൂ, ഇവിടെ കണ്ടോ, സ്പെസിഫിക്, അറ്റൈനബിൾ, ടൈം ബൗണ്ട്, റിസൾട്ട് ഓറിയന്റഡ്, മെഷറബിൾ. ഇതാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് അല്ല, ആ സീക്വൻസ് വന്നിരിക്കുന്നത്. സോ ഇനി ഇവിടെ നിന്ന് കേട്ടെ, ഇവിടെ നമ്മളെപ്പോഴും ഒരു ഗോള് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ അറ്റൈൻ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോള് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? സ്പെസിഫിക് ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിട്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിരിക്കണം. പിന്നെന്താണ്, ആ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്താൽ നമ്മൾ അതിനെ നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കണം, മെഷറബിൾ ആയിരിക്കണം. പിന്നെന്താണ്, അതുപോലെ തന്നെ അത് എന്തായിരിക്കണം? റിസൾട്ട് ഓറിയന്റഡും ആയിരിക്കണം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു പോകുന്നത്. പക്ഷേ നമ്മൾ പറയുന്ന ആ ഒരു സീക്വൻസ് വേറെയാണ്. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ. നമ്മൾ എപ്പോഴും ആ ടേം ആണ്, എന്താണ്? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ. സ്പെസിഫിക് ആയിരിക്കണം, മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ. ഇനി എന്തായിരിക്കണം? അത് എപ്പോഴും എന്തായിരിക്കണം? സ്പെസിഫിക്, അറ്റൈനബിൾ, മെഷറബിൾ ആയിരിക്കണം. അതായത് സാം മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, ഇല്ലേ? സ്പെസിഫിക്, മെഷറബിൾ, സാം അല്ല സെം, അതായത് സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ. ഓക്കെ, SMA അല്ലേ? സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ. പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. കാരണം നമുക്കൊരു റിസൾട്ട് കിട്ടുന്നതുമായിരിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തീർക്കാനും പറ്റണം. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻ വരിക? A, E, B, D, C. A, E, B, D, C വരും. That means specific, measurable, attainable, result oriented, and it should be time bound. So option 2 ആണ് ഇവിടെ correct answer ആയിട്ട് വരുന്നത്. Next question. In which stage children are dreamers with magical thoughts and fantasies in abundance? അല്ലേ? ഡ്രീമേഴ്സ് ആയിരിക്കും കുട്ടികൾ ഏതോ ഒരു സ്റ്റേജിൽ. ഏത് സ്റ്റേജിലാണെന്നറിയാമോ? ജസ്റ്റ് ആ ഒരു കളിക്കുന്ന പ്രായത്തിൽ, പ്ലേ ഏജിൽ അവർ ഭയങ്കര ഇമാജിനറി വേൾഡിലായിരിക്കും. ഇത് ആരുടെ സ്റ്റേജാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പിയാഷേയുടെ, അല്ലേ? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജ് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. മൂന്നാമത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സോ അതിനകത്ത് സെൻസറി മോട്ടോർ സ്റ്റേജ്
0 to 2 years അല്ലെങ്കിൽ 3 years വരുന്നത്. അവിടെ എന്ന് വെച്ചാൽ സെൻസ് ഓർഗൻസ് അവിടെ വലിയ ഇമാജിനേഷൻ ഒന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ടല്ലോ, അവർ ഭയങ്കര ഇമാജിനറി വേൾഡ് സ്വന്തമായിട്ട് സോളിറ്ററി പ്ലേയിൽ പോകുമ്പോഴത്തേക്ക് അവർ ടീച്ചറാകുന്നു, കുട്ടിയാകുന്നു അല്ലേ, അല്ലെങ്കിൽ അവർ പാവേനെ എടുത്ത് വെച്ചിട്ട് പാവ അവരുടെ സ്റ്റുഡൻ്റ് ആകുന്നു ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം. ബോയ്സ് ആണെങ്കിൽ എന്താണ്, അവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് കളികളിലേക്ക് പോകുന്നു. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണത്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് കുറച്ചും കൂടി സീരിയസ്നെസ്, ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അവർ ചിന്തകളിലേക്ക് മാറി തുടങ്ങി. സോ അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ഡ്രീമിങ്, അതുപോലെ തന്നെ മാജിക്കൽ തോട്ട്. നിങ്ങൾക്ക് വേറൊന്നും വേണ്ട, മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ് അതിൽ പറയുന്ന ആലീസിന് എത്ര ഏജേ ഉള്ളൂ, കൊച്ചു കുട്ടി അല്ലേ. പിന്നെ ടോം സോയറിന്റെ കഥ പറയുന്നത് അതൊക്കെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പറ്റിയിട്ടാണ് ടോം സോയറിന്റെ കഥയിൽ. പിന്നെ ഇനി വേറൊന്നും വേണ്ട, നമ്മളെപ്പോഴും ഹാരി പോട്ടറിന്റെ ഒക്കെ ചെറിയ സ്റ്റേജുകളിലാണ് ഹാരി പോട്ടറിന്റെ ഒക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. സോ എനിവേ, എന്തായാലും ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ഡ്രീമേഴ്സ്, മാജിക്കൽ തോട്ട്സ് ആൻഡ് ഫാന്റസീസ് അബണ്ടൻസ് ആയിട്ട് ഉണ്ടാവുന്ന സ്റ്റേജ്. യെസ്, കറക്റ്റ് ആൻസർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ദാറ്റ് ഈസ് 2 to 6 years അല്ലെങ്കിൽ 2 to 8 എന്നൊക്കെ പറയുന്ന നമ്മൾ പോകുന്ന ആ ഒരു സ്റ്റേജ്. പിന്നെ വരുന്ന ഒരു 8 to 9 അല്ലെങ്കിൽ 8 to 12 years അല്ലെങ്കിൽ 13 years എന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ, ഒന്ന് ഉറക്കുന്ന പേജ്. പിന്നെ 13 വയസ്സിന് മുകളിൽ മുതൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അബ്സ്ട്രാക്ട് തിങ്കിങ് വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്ന സ്റ്റേജ്. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ഇവിടെ പിയാഷേറ്റ് പറയുമ്പോൾ അസിമിലേഷൻ, അക്കോമഡേഷൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജ്, അത് ഓർത്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ പിയാഷേറ്റ് പറയുമ്പോഴാണ് സ്കീമ ഡെവലപ്മെന്റ്, എന്താണ് മെന്റൽ സ്ട്രക്ചറിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. അതുമൊക്കെ ഒന്ന് പിയാഷേന്റെ കാര്യത്തിൽ ഒന്ന് ഓർക്കണം. നമ്മുടെ ഇതിലുണ്ട്, നോട്ട്സിൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, വീഡിയോസിൽ പ്രീ ക്ലാസ്സുകളിൽ പോയി നോക്കിയാൽ മതി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് മൊത്തം നമ്മുടെ എന്താണ്, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റേജസിലെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളെ പറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഉൾപ്പെടുത്തി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ വിക്കി അലൗസ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് എ വെബ് ഡോക്യുമെന്റ് ബട്ട് എഡിറ്റിംഗ് ഈസ് നോട്ട് അലൗഡ്. വിക്കിപീഡിയ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അലൗ മൾട്ടിപ്പിൾ യൂസേഴ്സ് ടു റീഡ് and write a web document but editing is not allowed. Correct statement എടുക്കേണ്ടത്. A blog uses videos as the primary media source. Okay. Microblogs service allows users to send the text-based updates and post short messages. അതാണല്ലോ micro. Then to create a wiki for a course, faculty can use either a campus wide learning management system or an open source program വേണം. A blog consists of series of time-stamped entries posted by the readers followed by blogs creator. ശരിക്കും ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ്, ടൈം സ്റ്റാമ്പ്ഡ് എൻട്രീസ് ഒന്നും അല്ല അല്ലേ. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബ്ലോഗർ ആയിരിക്കും അല്ലേ, ഫോളോഡ് ബൈ ബ്ലോഗർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ല. സോ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എ ബ്ലോഗ് യൂസസ് വീഡിയോസ് ആസ് ദി പ്രൈമറി മീഡിയ. അതാണല്ലോ വ്ളോഗ്സ് വരുന്നത് മുഴുവൻ, നമ്മളിപ്പോൾ എല്ലാ ലോകത്താണല്ലോ ജീവിക്കുന്നത്. ദെൻ മൈക്രോ വ്ളോഗ്സ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് അപ്ഡേറ്റ്സും ഉണ്ട്, ഓർ പോസ്റ്റ് ഷോർട്ട് മെസ്സേജസ്, അതാണ് മൈക്രോ ബ്ലോഗ്സ് എന്ന് വരുന്നത്. പിന്നെ വരുന്നത് ടു ക്രിയേറ്റ് എ വിക്കി ഫോർ എ കോഴ്സ്, faculty can use either a campus wide learning management system or an open source program ആണ്. അപ്പോൾ ബിയും സിയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. നോക്കാം. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2, ബി, സി, ഡി only. സോ വിത്ത് ദാറ്റ് നമ്മൾ 5th സെറ്റ് NDAയുടെ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ്റെ 5th സെറ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സെറ്റ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.